പഞ്ചമസ്കന്ധത്തിൻ്റെ ഭാഗങ്ങൾ അവസാനത്തേക്ക് വരുമ്പം നമ്മുടെ ലൊക്കേഷൻ, അതായത് നമ്മുടെ കഥ നടക്കുന്ന സ്ഥലം നൈമിഷാരണ്യം തന്നെയാണ്. അവിടെ പരീക്ഷിത്തും ശ്രീശുക ബ്രഹ്മർഷിയും കൂടിയുള്ള സംവാദ രൂപത്തിലാണ് അവസാനത്തെ അധ്യായങ്ങൾ വരുന്നത്. അപ്പം ഭൂഗോളവർണ്ണനയൊക്കെ കേട്ട് കഴിഞ്ഞപ്പം പരീക്ഷിത്ത് ചോദിക്കുകയാണ് ശ്രീശുക ബ്രഹ്മർഷിയോട്, എന്താണ് നരകം, നരകയാതനകൾ, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് വിശദീകരിച്ച് തരാൻ വേണ്ടി പറയാണ്. കാരണം എൻ്റെ ഇത് കഴിയാറായി, 7 ദിവസത്തിൽ ഏകദേശം പകുതിയോളം ദിവസങ്ങളായി. അപ്പോൾ പരീക്ഷത്തിന് ആകാംക്ഷയാണ്, ഇനി എന്തെന്തൊക്കെ കേൾക്കാനുണ്ട് ശ്രീശുഖൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ ഓരോ കാര്യങ്ങൾ വേഗം വേഗം ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷി നരകങ്ങളെ വർണ്ണിക്കുന്നതാണ് അവസാനത്തെ അധ്യായത്തിൽ. ഏകദേശം 28ഓളം നരകങ്ങളെ പറ്റിയാണ് അവിടെ വർണ്ണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ നരകയാതനകൾ? അപ്പം നമുക്ക് എനിക്കൊക്കെ ഭാഗവതം കേൾക്കാൻ തുടങ്ങിയ കാലത്ത് ഈ നരകത്തിൻ്റെ വർണ്ണന കേൾക്കുമ്പോൾ വളരെ ഒരു പേടിയായിരുന്നു, ഒരു ഭയം. അയ്യോ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണോ, നമ്മൾ മരിച്ചു കഴിഞ്ഞ് ഇങ്ങനത്തെയൊക്കെ സ്ഥലത്താണോ ചെല്ലുക? അപ്പം അങ്ങനെ നമ്മളെ ഭയം ജനിപ്പിക്കാൻ വേണ്ടി അല്ല ഇങ്ങനെ ഒരു അധ്യായം. ഇവിടെ ഒരിക്കലും നമുക്ക് ഭീതി ജനിപ്പിക്കുക അല്ലെങ്കിൽ ഭയം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, നമുക്കൊരു ബോധവൽക്കരണം പോലെയാണ്. ഇപ്പം നമുക്കൊക്കെ അറിയാം, ഇന്ത്യയിൽ നമുക്കൊരു അവയർനെസ് ഉണ്ടാക്കുന്ന ഒരു കാലമാണ്. അപ്പം നമ്മളോട് പറയാണ്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇത് ചെയ്താൽ ഇതാണ് അതിൻ്റെ ഫലം. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളുടെയും ഫലം. അപ്പോൾ എല്ലാ കർമ്മങ്ങൾക്കും ഫലമുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും ഒരു ഫലമുണ്ട്, ഒരു യാതനയുണ്ട്. അപ്പം നരകം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്ഥലമായിട്ടോ അങ്ങനെയൊന്നുമല്ല, നമ്മൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളുടെ ഫലം, യാതനകളെ പറ്റിയാണ് അവിടെ പറയുന്നത്. അപ്പൊ പറയാണ്, അറിയാതെ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾക്ക് കൂടി നരകയാതനകളുണ്ട്. അപ്പൊ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിന് എന്തായിരിക്കും? അപ്പൊ അവിടെ നരകങ്ങളെ പറ്റി പറയാണ്. താമിശ്രം, അന്ധതാമിശ്രം, രൗരവം, മഹാരൗരവം, അസിപത്രം, അങ്ങനെ ഒരുപാട് നരകങ്ങളെ പറ്റി പറയാണ്. ഓരോ ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ എത്തുന്ന നരകങ്ങളെ പറ്റി. അപ്പൊ ദുഷ്കർമ്മങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കേട്ടതാണ്, അതൊന്നും ഇപ്പം ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പരീക്ഷിച്ച് ചോദിക്കുകയാണ്, എന്താണ് ഇതിനൊരു പ്രതിവിധി, ഒരു പ്രായശ്ചിത്തം എന്താണ്? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അതിൽ നമുക്ക് എന്താണ് ഒരു പ്രതിവിധി? ഇത് അനുഭവിക്കാതിരിക്കാൻ വേണ്ടി എന്താണ് ഒരു പ്രതിവിധി? അപ്പൊ അവിടെ ശ്രീശുഖ ബ്രഹ്മർഷി പറയുന്നുണ്ട്, നരകം എന്നുള്ളതൊരു സങ്കല്പമൊന്നുമല്ല, നമ്മളെ പിതൃലോകത്തിൻ്റെ അടുത്തുള്ള ഒരു, അതിൻ്റെ താഴെയുള്ളൊരു ഇതാണ് നരകം. നമ്മളൊരു സങ്കല്പത്തിൽ നമ്മളങ്ങനെ ഇല്ല എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീശുഖ ബ്രഹ്മർഷി പറയാണ്. ഓരോ യാതനകളെ പറ്റി പറയാണ്. ഇത് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഇതിന്റെ പ്രായശ്ചിത്തത്തെ പറ്റിയാണ് പിന്നെ അടുത്ത സ്കന്ധത്തിലാണ് അതിൽ പറയുന്നത്. ഷഷ്ഠസ്കന്ധത്തിൽ 1, 2, 3 അധ്യായത്തില് അജാമിളന്റെ കഥയിലൂടെയാണ് ഇതിന്റെ പ്രായശ്ചിത്തം പറയുന്നത്. എന്താണ് ഇതിനൊരു പ്രായശ്ചിത്തം എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവിടെ പറയുന്നുണ്ട്, ആനയുടെ കുളി പോലെയാണ്, നമ്മൾ ആനയെ കുളിപ്പിക്കുന്നത് പോലെയാണ്, മഞ്ഞയെ കുഞ്ചര ശൗചവർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആനയെ കുളിപ്പിച്ചതുകൊണ്ട് എന്താണ് കാര്യം? ഒരു കാര്യവുമില്ല. നമ്മൾ ആനയെ കുളിപ്പിച്ച് നിർത്തുന്നു, ആന എന്ത് ചെയ്യും? ആദ്യം മണ്ണ് വാരിയിടും. അപ്പൊ ഇതുപോലെയാണ് പ്രായശ്ചിത്തം. നമ്മൾ തെറ്റ് ചെയ്യുന്നു, അതിന് പ്രായശ്ചിത്തം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെയും തെറ്റാവർത്തിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു നല്ല ഉദാഹരണത്തിലൂടെയാണ് പറയുന്നത്. ആനയെ കുളിപ്പിക്കുന്നത് പോലെ യാതൊരു ഫലവും ഇല്ലാത്തതാണ് പ്രായശ്ചിത്തം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പരമാവധി നമ്മൾ ഇങ്ങനത്തെ പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. അതിനു വേണ്ടിയാണ് കുട്ടികളെയൊക്കെ ചെറുപ്പത്തിലെ നമ്മൾ ഇത് കേൾക്കണം എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം വയസ്സായി മരിക്കാറായി ഭാഗവത മോശമെന്നല്ല, പക്ഷെ വളരെ ചെറിയ കുട്ടി, അതിപ്പോ നമുക്ക് പ്രഹ്ലാദന്റെ കഥയിലൊക്കെ നമ്മൾ ഇനി അനുസ്മരിക്കും. അപ്പൊ പറയാണ് ചെയ്യാതിരിക്കുക. അപ്പൊ പരീക്ഷത്തിന് ജിജ്ഞാസയാണ്, ഇനി ചെയ്തു പോയാൽ എന്ത് ചെയ്യും? അവിടെയാണ് ശ്രീശുഖ ബ്രഹ്മർഷി അജാമിളന്റെ കഥയിലൂടെ അങ്ങനെ ചെയ്തു പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ പ്രായശ്ചിത്തത്തെ പറ്റി പറയുന്നത്. അപ്പൊ കന്യാകുബ്ജത്തിലൊരു ബ്രാഹ്മണന്റെ കഥയാണ്. അജാമിളൻ എന്നുള്ളൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ മോശം സ്ത്രീകൾ എന്നൊന്നും പറയുന്നില്ല, ഇവിടെ തന്നെ പറയുന്നുണ്ട് നഷ്ട സദാചാരം എന്നേ പറയുന്നുള്ളൂ. സദാചാരങ്ങളില്ലാത്ത അത്രയും വിചാരിച്ചാൽ മതി, അല്ലാണ്ട് വളരെ മോശമായിട്ടൊന്നും നമുക്ക് അങ്ങനെ ചിത്രീകരിക്കാൻ പറ്റില്ല. സദാചാരം, നല്ല ആചാരങ്ങളിലൂടെ അല്ലാതെ ജീവിക്കുന്ന ഒരു സ്ത്രീയുമായി ജീവിക്കുന്നു.
കുട്ടികൾ ഉണ്ടാവുന്നതാണ്. അതിൽ ഏറ്റവും 10 കുട്ടികളാണ് ഉണ്ടാവുന്നത്. അവസാനത്തെ പുത്രന് നാരായണൻ എന്ന് പേരിടാണ്. അങ്ങനെ ഒക്കെ ചെയ്യുന്നതൊക്കെ ദുഷ്കർമ്മങ്ങളാണ്, വളരെ മോശമായുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രായമായി മരിക്കാറായ സമയത്ത് യമദൂതന്മാർ വരികയാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരെയാണ് വിളിക്കുന്നത്? അവസാനത്തെ ഏറ്റവും ഇഷ്ടമുള്ള പുത്രനെ വിളിക്കുകയാണ്, നാരായണ എന്ന് വിളിക്കുകയാണ്. ആ ഒരൊറ്റ വിളിയിലൂടെ വരുന്നതാരാണ്? പിന്നെ വിഷ്ണുദൂതന്മാരാണ്. യമകിങ്കരന്മാർക്ക് പകരം അവരോട് എതിരിടാൻ വേണ്ടി വിഷ്ണുദൂതന്മാര് അജാമിളനെ രക്ഷിക്കാൻ വേണ്ടി വരികയാണ്. പിന്നെ അവര് തമ്മിലുള്ളൊരു സംവാദമാണ്, ഞങ്ങൾ കൊണ്ടുപോകാനുള്ളതാണ് എന്ന് യമദൂതന്മാർ പറയുമ്പം വിഷ്ണുദൂതന്മാർ പറയാണ്, അല്ല, ഞങ്ങളുടെ ഭഗവാന്റെ നാമമാണ് വിളിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ സംവാദത്തിൽ അവസാനം യമദൂതന്മാരെ പരാജയപ്പെടുത്തി വിഷ്ണു പാർഷദന്മാര് ജയിക്കുകയാണ്. പിന്നെ കുറേ കാലം ഹരിദ്വാർ എവിടേക്കാണ്ട് പോയി ജീവിച്ചു എന്നാണ് പറയുന്നത് അജാമിളൻ. അപ്പൊ നാമത്തിന്റെ കലികാലത്ത് പ്രത്യേകിച്ചും നമുക്ക് പാപങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കാൻ, പലപ്പോഴും നമ്മുടെ മനസ്സിൽ പോലും വിചാരിക്കുന്നതും പാപങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അങ്ങനെ ഒരു 100% പാപം ഒഴിവാക്കിയൊന്നും ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം? ഇങ്ങനെ എപ്പോഴും ഭാഗവതം അതൊക്കെ പറയുന്നുണ്ട്, പുരാണങ്ങൾ വായിക്കാൻ, ദാനം, അതൊക്കെ ഇതിനുള്ള പ്രായശ്ചിത്താണ്. പക്ഷെ നമുക്ക് എപ്പോഴും അതൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്താൽ മതി? നാമജപമെങ്കിലും നമ്മൾ ചെയ്യണം. നാമജപത്തിലൂടെ നമുക്ക് പാപങ്ങളെ ഒഴിവാക്കാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോഴും ഈ അജാമിളന്റെ കഥ അഗസ്ത്യ മഹർഷി മലയാജലത്തിൽ പാടി നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കുംഭസംഭവൻ അഗസ്ത്യ മഹർഷി ഇപ്പോഴും ഈ അജാമിളന്റെ കഥ പാടിക്കൊണ്ട് നടക്കുകയാണ്. അപ്പൊ ആലോചിച്ച് നോക്കി, ഇപ്പോഴും അതിന് ഈ അജാമിളന്റെ കഥയ്ക്ക് അത്രയും പ്രസക്തി ഉണ്ട്. നാമജപത്തിന് കുട്ടികളിലൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ, ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ ഏകദേശം ചെറുപ്പത്തിലൊക്കെ ഒരുപാട് നാമങ്ങൾ ജപിച്ചിട്ടാവും. ഞാനൊക്കെ ഇപ്പൊ വിചാരിക്കാറുണ്ട്, അന്നത്തെ ഒരു നാമജപത്തിന്റെ ഇതുകൊണ്ടായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ ഇവിടെ ഇരിക്കാനൊക്കെ നമുക്ക് പറ്റുന്നത്. അപ്പൊ നമ്മളെപ്പോഴും പഠിച്ച് വലിയ ജോലി അങ്ങനെയൊന്നും അല്ല. നമ്മൾ എന്ത് വേണം? ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ, നല്ല ആൾക്കാരെ കൂടെയൊക്കെ കഴിയാൻ, അവരോട് ഇടപഴകാൻ പറ്റണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ജോലിയും വിദ്യാഭ്യാസം പഠിക്കണം, അതൊക്കെ ഇപ്പം എല്ലാവർക്കും പറ്റും. പഠിച്ച് ജോലി സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് ജോലിക്കൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷെ ഈ സത്സംഗം, അതിന് നമ്മൾ നല്ല ഭാഗ്യം ചെയ്യണം. അപ്പൊ നമ്മൾ ചെറിയ പ്രായത്തിൽ, അതിപ്പോ പ്രഹ്ലാദന്റെ കഥയിൽ നമുക്ക് കേൾക്കാം, കൗമാരേ ആചരണം എന്നാണ്. ചെറുപ്പത്തിലേ നമ്മൾ ഈ ഭഗവത് കഥകൾ അല്ലെങ്കിൽ ഈ ആചരണങ്ങളൊക്കെ നടത്തണം എന്നാണ് പറയുന്നത്. പിന്നെ ഇത് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. തെറ്റുണ്ട്